ഹായ്, ഗ്ലാമത്ത് മീഡിയയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ലെൻസ് വെക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പം കോമൺ ആയിട്ട് മേക്കപ്പുകൾക്ക് എല്ലാവരും ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അത് അങ്ങനെയല്ല, പുറത്ത് പോയി മേക്കപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് തന്നെ ലെൻസ് വാങ്ങി വെക്കാവുന്നതാണ്. നല്ല ലെൻസിന് ഒരു 300 രൂപയുടെ അടുത്തൊക്കെ വരുന്നത്. അത് വാങ്ങി നമുക്ക് തന്നെ വെക്കാവുന്നതാണ്. അതെങ്ങനെ നമ്മൾ വെക്കേണ്ടതെന്നുള്ളത് പലർക്കും പേടിയാണ്. ലെൻസ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ തടയുമോ, എരിച്ചിലുണ്ടാവുമോ, അത് നമുക്ക് സ്യൂട്ടാവുമോ, അങ്ങനെ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ലെൻസ് കാണിച്ചു തരാം. ഇതുപോലുള്ളൊരു ട്രയലാണ് വരിക ലെൻസ്. അതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാവും. അത് നമുക്ക് ലെൻസ് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയി കിടക്കാനുള്ള സൊല്യൂഷനാണ്. ഇത് 1 ടൈം യൂസ് ആണ് എങ്കിൽ കൂടി നമ്മളിത് റിമൂവ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് കേടുപാടുകളൊന്നുമില്ലാതെ റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇതുപോലൊരു ലെൻസ് ഇട്ട് വയ്ക്കുന്നൊരു ബോക്സാണിത്. ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇതിനകത്ത് ലെൻസ് നാശാവാതിരിക്കാനുള്ള ഒരു സൊല്യൂഷനും ഉണ്ട്. ഇത് രണ്ടും വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സിൽ ലെൻസിൻ്റെ സൊല്യൂഷൻ ഒഴിച്ച് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള ലെൻസ് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഇത് കണ്ടോ വരുന്നത് ബോക്സ്. അപ്പോൾ ഈ ബോക്സിൽ നമുക്ക് ഉപയോഗിച്ച ലെൻസ് സൊല്യൂഷൻ ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ അത് കുറേ നാൾ യൂസ് ചെയ്യാൻ പാടില്ല, കുറേ തവണ യൂസ് ചെയ്യാൻ പാടില്ല, 1-2 തവണ തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. 1 ടൈം യൂസ് ആണ് നമ്മൾ മേടിക്കുന്ന ലെൻസ്. നമുക്ക് എപ്പോഴും കാശ് ചിലവാക്കി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ ട്രിക്കാണ് ഇങ്ങനൊരു ബോക്സ് മേടിക്കുക. അതുപോലെ ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ടൈം യൂസ് ചെയ്ത ലെൻസ് റിമൂവ് ചെയ്തിട്ട് ഇതിനകത്ത് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതിനകത്ത് ആ സൊല്യൂഷൻ വെച്ചിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും റീയൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലെൻസ് വയ്ക്കാനും എടുക്കാനൊക്കെ ആയിട്ട് മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക ടൂൾസ് ലഭിക്കും, വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് ലെൻസ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ടൂള്. ഇത് എടുക്കാനും ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിയണം. അല്ലാത്തവർ ഇതിന് നിൽക്കണ്ട. കൈയാണ് ഏറ്റവും നല്ല ഉപകരണം എന്നേ ഞാൻ പറയുള്ളൂ. ഇത് കറക്റ്റായിട്ടൊന്ന് പഠിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കായിരിക്കും ഏറ്റവും നല്ലത്. ഇത് രണ്ടുമാണ് ടൂള്. ഇതിനധികം വില വരുന്നില്ല, 100 രൂപ വരുന്നുള്ളൂ. ഈ ബോക്സ് എടുക്കാൻ നമുക്ക് ക്ലീൻ ആക്കി എടുത്ത് വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഇത് വരുന്നത്. 100 രൂപ വരുന്നുള്ളൂ. നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണിത്. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെൻസ് ആദ്യം ഇങ്ങനത്തെ ഒരു മേടിക്കാം. നമ്മുടെ കണ്ണിന് സൂട്ടാവുന്ന തരത്തിലുള്ള കളറ് ഷോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സജസ്റ്റ് ചെയ്യാം. അത് സ്കിന്നിൻ്റെ കളർ അനുസരിച്ചിട്ട് നമുക്ക് കറക്റ്റായ ലെൻസ് നമുക്ക് മേടിക്കാൻ പറ്റും. അതിനുശേഷം ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൈ ക്ലീൻ ആവണം. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കയ്യിൽ ഇപ്പോൾ ഭക്ഷണം കഴിച്ചതിൻ്റെയോ അല്ലെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ണിലാകുമ്പോൾ നല്ലോണം എരിയാൻ സാധ്യതയുണ്ട്. ലെൻസ് വയ്ക്കാം. ഇതാണ് ലെൻസ്. എങ്ങനെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് നന്നായിട്ട് വിടർത്തി പിടിക്കുക. ഒരു 2 സെക്കൻഡ് അടച്ചു പിടിക്കുക. നമ്മുടെ കണ്ണിൽ നിന്ന് കുറച്ച് വെള്ളം വരും. അത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലാണ് അങ്ങനെ കണ്ണിന് വെള്ളം വരിക. അപ്പം ഞാൻ ഒരു കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ട്. എനിക്ക് കോൾഡ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ കണ്ണൊക്കെ ഇങ്ങനെ ചോന്നിരിക്കുന്നത്. അല്ലാണ്ട് ലെൻസ് വെച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാനൊന്നുമില്ല. ചെറിയൊരു എരിച്ചിലുണ്ടാവുന്നുള്ളൂ കുറച്ച് നേരത്തേക്ക്. ഇനി അടുത്ത ലെൻസ് വയ്ക്കാം. ഇതാണ് അടുത്തത് വയ്ക്കാം. നമ്മുടെ കണ്ണാടി ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് നോക്കി വെക്കുന്നത്. ഈ വെള്ളം ആ ലെൻസിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വെള്ളമാണ് കേട്ടോ അത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പോവും. ആ ലെൻസിൻ്റെ ഉള്ളിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് താഴേക്ക് ഒഴുകി വരും. അപ്പോൾ അത് 2 ലെൻസും വെച്ച് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ കണ്ണിനെ കണ്ടറിയാം, ബ്ലാക്ക് ഷെയ്ഡായിരുന്നു എൻ്റെ കണ്ണ്. അപ്പം അത് പോയി ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ലെൻസ് വയ്ക്കുക. ഈ വിരലിലെടുക്കുക, നന്നായിട്ട് വിടർത്തി പിടിക്കുക. താഴെ കാണുന്ന വെള്ള ഭാഗത്ത് വെച്ചിട്ട് മുകളിലേക്ക് നോക്കുക, കണ്ണ് നന്നായിട്ട് വിടർത്തുക. ലെഫ്റ്റ് റൈറ്റ് നോക്കുക, സെറ്റായി. ഇത്രയേ ഉള്ളൂ. വലിയ മലമറയ്ക്കുന്ന സംഭവമൊന്നുമില്ല. കറണ്ട് പോയതാണ് കേട്ടോ. വലിയ മലമറയ്ക്കുന്ന സംഭവമൊന്നുമില്ല. നല്ല കോൾഡ് ഉണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ. അപ്പം ലെൻസ് വെച്ചു. ഇനി ഞാൻ ലെൻസ് റിമൂവ് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പലരും ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് മേക്കപ്പ് ചെയ്ത് വീട്ടിൽ പോകും. ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ലെൻസ് റിമൂവ് ചെയ്യാൻ ടെൻഷനാണ്, എങ്ങനെയാണെന്ന് അറിയില്ല ആദ്യമായിട്ട് വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ തിരിച്ച് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ലെൻസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞത് കുറച്ച് ചിലപ്പോൾ റിസ്കി ആയിരിക്കും. അപ്പോൾ വീട്ടിൽ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തന്നെ ലെൻസ് റിമൂവ് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ച ഈ ഒരു എന്താ പറയുക ലെൻസ് റിമൂവ് ചെയ്യുന്ന ഒരു സ്റ്റിക്ക് ഉണ്ട്. ഇത് വെച്ച് റിമൂവ് ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത് നല്ലോണം എക്സ്പീരിയൻസിന് ശേഷം മാത്രം യൂസ് ചെയ്യണം ഏറ്റവും നല്ലത്. കാരണം കണ്ണിലാണ് നമ്മളൊരു ഇതൊക്കെ വെച്ച് തോണ്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ വിരലാവുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമ്മളത് പരമാവധി ശ്രദ്ധിച്ച് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ നമ്മൾ വിരലുകൊണ്ട് ചെയ്യണം. വിരൽ ഉപയോഗിച്ചിട്ട് കണ്ണിൽ തൊടുകയാണായിട്ട് നല്ലത്. ഇതുപോലുള്ള ഉപകരണങ്ങൾ നല്ല പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതും കൈവിരൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. കണ്ണ് നന്നായിട്ട് അകത്തി പിടിച്ചിട്ട് തന്നെ പിഞ്ച് ചെയ്തിങ്ങനെ എടുക്കുക.
ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ്. നമ്മൾ നുള്ളി എടുക്കുന്ന പോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ. ലെൻസ് വെക്കാനും എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇനി ഫംഗ്ഷന് പോകുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മേക്ക് ഓവർ പോലെ സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സംഭവമാണ് നമ്മുടെ കണ്ണിനൊരു ചേഞ്ച്. അപ്പോൾ എല്ലാവരും ലെൻസ് വെച്ച് നോക്കുക. അധികം വിലയൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ചെറിയ ടിപ്പുകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.